ഹലോ, വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. ഞാനും വിശേഷനും കൂടി ഒരു യാത്ര പോവുകയാണ്. എവിടേക്കാണ് ആ യാത്ര എന്നറിയോ? എവിടേക്കാണ്? ഇടുക്കി. എൻ്റെ ചേച്ചീൻ്റെ കുഞ്ഞുവാവൻ്റെ 28 ഞങ്ങളിവിടെ കോഴിക്കോട് ആഘോഷിച്ചു. സോ 56 ആഘോഷിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഇടുക്കി പോവുകയാണ്. ട്രിപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഫുഡിങ് ഒക്കെ നേരത്തെ സ്റ്റാർട്ടായിട്ടോ. ഞാൻ കഴിക്കുന്ന സ്വീറ്റ് കോണാണ്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഞാൻ നുള്ളി വിശേഷനും കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഈ ഒരു സ്ഥലത്തെത്തിയപ്പം വിശേഷം പറഞ്ഞു ഇതൊരു വലിയൊരു 5 സ്റ്റാർ ഹോട്ടലാണ്, വലിയ ആൾക്കാർ വന്നാൽ ഇവിടെ താമസിക്കും, രാഹുൽ ഗാന്ധി വന്നാൽ ഇവിടെയാണ് താമസിക്കാറെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി അല്ല, വിശേഷനാണ് പറഞ്ഞത്. സോ ഞങ്ങൾ നെക്സ്റ്റ് കഴിച്ചത് ബദാമാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഓവർനൈറ്റ് സോക്ക് ചെയ്ത ബദാം നമ്മൾ തൊലി കളഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഒന്ന് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് വിശേഷന് കൊടുക്കുന്നുണ്ടായിരുന്നു. ട്രാവൽ ചെയ്യുമ്പോൾ പൊതുവേ ഇതേപോലെ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളത് കയ്യിൽ കരുതുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭാരതപ്പുഴേൻ്റെ അടുത്തെത്തി. അപ്പോൾ ഈ പാലം കഴിഞ്ഞിട്ട് വണ്ടി പാർക്കാക്കിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത് ഒരു ടെമ്പിളിൻ്റെ മുമ്പിലാണ്. അപ്പോൾ അവിടെ വിശേഷം വരാറുള്ള ടെമ്പിളാണ്. വിശേഷം ശബരിമല പോകുന്ന സമയത്ത് ഈ ടെമ്പിളിൽ ഇവിടെ വരാറുണ്ട്. ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു, ടെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കഥകൾ എനിക്കിങ്ങനെ ചൂണ്ടിക്കാണിച്ചെന്ന് പറയുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ പറഞ്ഞിരുന്ന കഥകളൊന്നും ഓർമ്മ ഉണ്ടാവാറില്ല. വീണ്ടും ഞങ്ങൾ ഈ വഴി കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് വീണ്ടും പറഞ്ഞുതരും, ഞാൻ വീണ്ടും മറക്കും, എനിക്ക് വീണ്ടും പറഞ്ഞുതരും. ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഞാൻ വീണ്ടും കേൾക്കും. സോ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നത് പുലാവാണ്. ഫസ്റ്റ് ബൈറ്റ് ഞാൻ വിഷേട്ടിന് കൊടുത്തു, സെക്കൻഡ് ബൈറ്റ് എനിക്കും തന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണത് കേട്ടോ. ഇതേപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് ക്യാരി ചെയ്യുന്ന ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡല്ലാതെ ഞങ്ങൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒരുപാട് ടീ ആൻഡ് കോഫി ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും കോഫിയാണ് കഴിക്കാറ്, വിശേഷം രണ്ടും കഴിക്കും. അപ്പോൾ ഇവിടുന്ന് ഞാൻ വേറെ 1-2 സാധനങ്ങൾ കൂടി വാങ്ങിച്ചു. ഇതൊക്കെ എൻ്റെ ചെറുപ്പത്തിലെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. വിശേഷൻ എന്നോട് ചോദിച്ചത് ഇതെന്താ സാധനം, വിശേഷൻ ഇതെന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇടുക്കി ഏകദേശം എത്താനായിട്ടുണ്ട്. നന്നായി തണുപ്പും കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ക്യാപ്പും മാസ്കൊക്കെ ഇട്ടു. വിജിഷേട്ടൻ ഊട്ടി പോയപ്പോൾ വരെ ജസ്റ്റ് ഒരു ഷർട്ട് മാത്രം ഇട്ട് രാത്രിയൊക്കെ നടന്ന ആളാണ്. ചൂട് മാത്രമേ അനുഭവപ്പെടുള്ളൂ വിജേട്ടന്. എനിക്ക് കോൾഡും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. മരുന്നല്ല, ജസ്റ്റ് പാരസെറ്റമോൾ ഞാൻ കുറച്ച് ടിഷ്യൂസ് വാങ്ങിക്കാൻ പോയതാണ്. ഞങ്ങൾ ഏകദേശം എത്താനായി എന്ന് പറഞ്ഞാൽ ഒരു കാട് പോലത്തെ ഒരു സ്ഥലമാണിത്. റോഡിൻ്റെ 2 സൈഡും മരങ്ങളും കാടും ഒക്കെയാണ്. ഒരു വണ്ടിയൊക്കെ വല്ലപ്പോഴും വരും. നല്ല കോടയുണ്ടായിരുന്നു, നല്ലോണം മഴ പെയ്യുന്നുണ്ട്, ഇരുട്ടാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യുമായിരുന്നു കോടയും മഴയൊക്കെ. പക്ഷേ വിശേഷം കുറച്ച് വ്രീഡായിരുന്നു. ഒന്ന് ഈ ഒരു ഇരുട്ടും മഴയും കോടയും പിന്നെ ആൾക്കാരൊന്നും ഇല്ലാത്തതൊക്കെ കൊണ്ടാണ്. ഈ വഴി വിശേഷം ഫസ്റ്റ് ടൈമാണ് വരുന്നതും ഡ്രൈവ് ചെയ്ത് വരുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സേഫായിട്ട് തന്നെ വീട്ടിലെത്തി. വണ്ടീൻ്റെ സൗണ്ട് കേട്ടിട്ട് നിതീഷേട്ടനും ചേച്ചിയും കുഞ്ഞാവയൊക്കെ പുറത്തേക്ക് വന്നു കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വാവിനെ കാണാനും കളിപ്പിക്കാനൊക്കെ. പിന്നെ അമ്മ വന്നു. അമ്മ കിച്ചണിൽ ഏപ്രിലൊക്കെ ഇട്ട് അതേപോലെ വന്ന അമ്മയ്ക്കറിയില്ല ഞാൻ വീഡിയോ എടുക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. രാത്രി ഒരുപാട് ലേറ്റായി. ചോറുണ്ടായിരുന്നു, പിന്നെ രാവിലത്തെ പുട്ട് ഉണ്ടായിരുന്നു അവരുണ്ടാക്കിയ, ഫിഷ് ഫ്രൈ, ഫിഷ് കറി, സാമ്പാർ, ഉപ്പേരി, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഹിം. നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഞാൻ ഫസ്റ്റ് വിശേഷന് വിളമ്പി കൊടുത്തു. എനിക്ക് വിശേഷന് വിളമ്പി തന്നു, പക്ഷെ ഞാൻ ആ വീഡിയോ എടുത്തില്ല. ഒന്നാമത് ഞങ്ങൾ 2 പേരും ടയേർഡാണ്. കൂടുതൽ ടയേർഡായത് വിശേഷനാണ്, ഡ്രൈവ് ചെയ്തതുകൊണ്ട്. ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ച് കിടക്കാൻ നിൽക്കുമായിരുന്നു. കാരണം അടുത്ത ദിവസം ചടങ്ങുണ്ട്, 56 ചടങ്ങുണ്ട്. ഇവരുടെ റിലേറ്റീവ്സും എല്ലാവരും വരും. അപ്പോഴത്തേക്കും റെഡി ആവണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു. വേഗം കഴിച്ച് വേഗം കിടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കഴിച്ച ഫുഡ് ഇതാണ്. ഇതിൽ ഫിഷ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ ദെൻ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.